റിലക്റ്റന്റ്, താൽപ്പര്യമില്ലാത്ത അല്ലെങ്കിൽ മടിയുള്ള. ഉദാഹരണം: പുതിയ ജോലി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവന് വലിയ താൽപ്പര്യമില്ലാത്ത അല്ലെങ്കിൽ റിലക്റ്റന്റ് മനോഭാവമായിരുന്നു. He was reluctant to take on the new job responsibility. ഗ്രഡ്ജ്, പക അല്ലെങ്കിൽ വിദ്വേഷം. ഉദാഹരണം: മുൻപ് നടന്ന കാര്യങ്ങളെ ചൊല്ലി പക അല്ലെങ്കിൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. It is not good to hold a grudge over things that happened in the past. Procrastinate, കാര്യങ്ങൾ നീട്ടിവെക്കുക. ഉദാഹരണം: നിന്റെ അസൈൻമെന്റ് പൂർത്തിയാക്കാൻ അവസാന നിമിഷം വരെ കാര്യങ്ങൾ നീട്ടിവെക്കുക അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യരുത്. Do not procrastinate until the last minute to finish your assignment. Dexterous, കൈവേഗതയുള്ള അല്ലെങ്കിൽ നൈപുണ്യമുള്ള. ഉദാഹരണം: ആ തുന്നൽക്കാരൻ സൂചി ഉപയോഗിക്കുന്നതിൽ വളരെ കൈവേഗതയുള്ള അല്ലെങ്കിൽ ഡെക്സ്ട്രസ് ആണ്. The tailor is very dexterous with the needle. Reminisce, പഴയ കാര്യങ്ങൾ സ്മരിക്കുക. ഉദാഹരണം: അവർ മണിക്കൂറുകളോളം ഇരുന്ന് അവരുടെ സ്കൂൾ ദിനങ്ങളെക്കുറിച്ച് സ്മരിച്ചു അല്ലെങ്കിൽ റെമിനിസ് ചെയ്തു. They sat for hours to reminisce about their school days. പെട്രിക്കോർ, മണ്ണെണ്ണപ്പൊടി അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന മണ്ണിന്റെ ഗന്ധം. ഉദാഹരണം: ആദ്യത്തെ വേനൽ മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം അല്ലെങ്കിൽ പെട്രിക്കോർ എനിക്ക് വളരെ ഇഷ്ടമാണ്. I love the petrichor after the first summer rain. Ambiguous, അവ്യക്തമായ അല്ലെങ്കിൽ ഒന്നിലധികം അർത്ഥങ്ങൾ വരുന്നത്. ഉദാഹരണം: ആ ചോദ്യത്തിനുള്ള അവന്റെ മറുപടി വളരെ അവ്യക്തമായ അല്ലെങ്കിൽ ambiguous ആയിരുന്നു. His reply to the question was very ambiguous. Fatigue, കടുത്ത തളർച്ച. ഉദാഹരണം: നീണ്ട യാത്രയ്ക്ക് ശേഷം അവന് കടുത്ത തളർച്ച അല്ലെങ്കിൽ ഫറ്റീഗ് അനുഭവപ്പെട്ടു. He felt extreme fatigue after the long journey. Solitude, ഏകാന്തത. ഉദാഹരണം: അവന് പുസ്തകങ്ങൾ വായിക്കാൻ കുറച്ച് ഏകാന്തത അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് ആവശ്യമായിരുന്നു. He needed some solitude to read his books. Lethargic, മടിയുള്ള അല്ലെങ്കിൽ ഉന്മേഷമില്ലാത്ത. ഉദാഹരണം: കനത്ത ഉച്ചഭക്ഷണത്തിന് ശേഷം എനിക്ക് വളരെ ഉന്മേഷമില്ലാത്ത അല്ലെങ്കിൽ ലെഥാർജിക് അവസ്ഥ അനുഭവപ്പെട്ടു. I felt very lethargic after the heavy lunch. പെറ്റി, നിസ്സാരമായ. ഉദാഹരണം: ശരിക്കും പ്രാധാന്യമില്ലാത്ത നിസ്സാരമായ അല്ലെങ്കിൽ പെറ്റി കാര്യങ്ങളെ ചൊല്ലി വഴക്കിടുന്നത് നിർത്തൂ. ദില്ലി ഡാലി, വെറുതെ സമയം കളയുക. ലക്ഷ്യമില്ലാതെ നടക്കുകയോ തീരുമാനമെടുക്കാൻ വൈകുകയോ ചെയ്യുക. ഉദാഹരണം: വീട്ടിലേക്കുള്ള വഴിയിൽ സമയം കളയുക അല്ലെങ്കിൽ ദില്ലി ഡാലി ചെയ്യരുത്. നമുക്കുടനെ പാർട്ടിക്ക് പോകേണ്ടതുണ്ട്. ഗ്ലട്ടൻ, അമിതമായി ആഹാരം കഴിക്കുന്നയാൾ അല്ലെങ്കിൽ പെരുംതീറ്റക്കാരൻ. ഉദാഹരണം: അവൻ ഒരു പെരുംതീറ്റക്കാരൻ അല്ലെങ്കിൽ ഗ്ലട്ടൻ ആയതുകൊണ്ട് ആ പിസ്സ മുഴുവൻ തനിയെ കഴിച്ചു തീർത്തു. ഈവ്സ്ഡ്രോപ്പ്, ഒളിഞ്ഞു കേൾക്കുക. ഉദാഹരണം: നിങ്ങളുടെ അയൽക്കാരുടെ സംഭാഷണം ഒളിഞ്ഞു കേൾക്കുക അല്ലെങ്കിൽ ഈവ്സ്ഡ്രോപ്പ് ചെയ്യുന്നത് മര്യാദകേടാണ്. ലോയിറ്റർ, വെറുതെ ചുറ്റിക്കറങ്ങുക അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ നിൽക്കുക. ഉദാഹരണം: സ്വകാര്യ സ്വത്തിന് മുന്നിൽ ലക്ഷ്യമില്ലാതെ നിൽക്കുക അല്ലെങ്കിൽ ലോയിറ്റർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. സെറൻഡിപ്പിറ്റി, അവിചാരിത ഭാഗ്യം. ഉദാഹരണം: വിമാനത്താവളത്തിൽ വെച്ച് എൻ്റെ പഴയ അധ്യാപകനെ കണ്ടുമുട്ടിയത് വെറുമൊരു അവിചാരിത ഭാഗ്യം അല്ലെങ്കിൽ സെറൻഡിപ്പിറ്റി ആയിരുന്നു. ഡിങ്ങി, ഒരു ചെറിയ തോണി. ഉദാഹരണം: അവധിക്കാലത്ത് പുഴയിൽ ഒരു ഡിങ്ങി അല്ലെങ്കിൽ ചെറിയ തോണി തുഴയാൻ രാജുവിന് ഇഷ്ടമാണ്. ഡയർ, ഭയാനകമായ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ. ഉദാഹരണം: വെള്ളപ്പൊക്കം കാരണം ഗ്രാമത്തിലെ സാഹചര്യം ഡയർ
അല്ലെങ്കിൽ അതീവ ഗുരുതരമായി മാറി. കോബ്ലർ, ചെരുപ്പ് കുത്തി, ചെരുപ്പ് നന്നാക്കുന്നയാൾ. ഉദാഹരണം: എൻ്റെ പഴയ ഷൂ നന്നാക്കാൻ ഞാനൊരു കോബ്ലർ അല്ലെങ്കിൽ ചെരുപ്പ് കുത്തിയെ കണ്ടുപിടിച്ചു. ഡയോപ്റ്റർ, ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ഉദാഹരണം: തന്റെ കണ്ണടയുടെ പവർ എത്ര ഡയോപ്റ്റർ ആണെന്ന് രാജു ഡോക്ടറോട് ചോദിച്ചു. ഡിഫ്തീരിയ, തൊണ്ടമുള്ള്, ഒരു പകർച്ചവ്യാധി. ഉദാഹരണം: കുട്ടിക്കാലത്ത് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളു വരാതിരിക്കാനുള്ള കുത്തിവയ്പ് രാജു എടുത്തിരുന്നു. രാജു had taken the vaccination to prevent diphtheria or the throat infection during his childhood. കമ്മ്യൂട്ട്, ജോലി സ്ഥലത്തേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുക. ഉദാഹരണം: എനിക്ക് എല്ലാ ദിവസവും ഓഫീസിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. എറൻഡ്, ചെറിയ അത്യാവശ്യ കാര്യങ്ങൾ. ഉദാഹരണം: എനിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് ടൗണിൽ ചില ചെറിയ അത്യാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ എറൻഡ് തീർക്കാനുണ്ട്. വിജിലന്റ്, ജാഗ്രത പാലിക്കുക. ഉദാഹരണം: അപരിചിതരോട് സംസാരിക്കുമ്പോൾ നാം എപ്പോഴും ജാഗ്രത പാലിക്കുക അല്ലെങ്കിൽ വിജിലന്റ് ആയിരിക്കണം. ഡീമൻ, ഒരു ദുരാത്മാവ് അല്ലെങ്കിൽ പിശാച്. ഉദാഹരണം: രാജു രാത്രിയിൽ ഒരു ഡീമൻ അല്ലെങ്കിൽ പിശാചിനെ സ്വപ്നം കണ്ടു.